എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറേ ദിവസമായിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് ഓർക്കുന്നതല്ലാതെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ഉണ്ട്, പിന്നെ കുട്ടികളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ, മോളുടെ ബർത്ത്ഡേ, അങ്ങനെ എല്ലാം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ടൊരു വീഡിയോ എടുക്കാനോ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ഒരു ബുക്കിനെ കുറിച്ച്, വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്ന ഡോക്ടർ പോൾ കലാനിധി എഴുതിയിട്ടുള്ള ഈ ബുക്ക് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. തിരക്ക് കാരണം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ആക്ച്വലി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരിരുപ്പിന് വായിച്ച് തീർക്കാൻ പറ്റുന്ന അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണ് ഈ ബുക്ക് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ എഴുതിയ ബുക്കാണത്. സോ ജീവിതത്തിൽ ഒരുപാട് അംബിഷൻസ് ഉണ്ടായിരുന്ന, അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ച, അതിനുള്ള കഴിവുകളുണ്ടായിരുന്ന, ന്യൂറോ സർജൻ റെസിഡൻസി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്ന, ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹിച്ച, ഒരു ഓത്തർ ആവാൻ ആഗ്രഹിച്ച, എന്നാൽ 36-ാമത്തെ വയസ്സിൽ ഈ ലോകത്തുനിന്ന് മാറിപ്പോയ ഒരു ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ടെർമിനൽ ഡിസീസിനെ കുറിച്ചും അദ്ദേഹം മരണക്കിടക്കയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നൊക്കെയാണ് ഈ ബുക്ക് പറയുന്നത്. അതിലുപരിയായിട്ട് എനിക്ക് ഉള്ള ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വി ആർ ഹിയർ ഫോർ എവർ എന്ന പോലെയാണ്. ഇൻ എ വേ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഏത് ദിവസം ഇദ്ദേഹം മരിക്കും അല്ലെങ്കിൽ എപ്പോൾ മരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു അവബോധം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വി ഡു നോട്ട് ഹാവ് ദാറ്റ്, അല്ലേ? നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മളുടെ അവസാനം എന്ന് പറയുന്നത് ഇന്നോ നാളെയോ ആവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കുറച്ച് വർഷങ്ങൾ ജീവിച്ചിരിക്കാം. സോ നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മളുടെ ഇന്നെന്നുള്ള ഈ ഒരു പ്രസന്റിൽ നമ്മൾ പലപ്പോഴും ജീവിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ബുക്ക് എന്നെ പഠിപ്പിച്ച പാഠം ബി പ്രസന്റ് ഇൻ ദിസ് മൊമെന്റ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ബി ഗ്രൗണ്ടഡ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ നേടിയാലും എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ അസ്ഥിരത്വം നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ ഒരാളോടും റൂഡായിട്ട് പെരുമാറാനോ, മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കാനോ, ഇനി ഒരാളെ കുറ്റം പറയാനോ, അല്ലെങ്കിൽ മറ്റൊരാളെ കരുവാരി തേക്കാനോ ഒന്നും നമ്മൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മളുണ്ട്, നാളെ നമ്മളുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. സോ ജീവിതത്തിന്റെ നശ്വരത മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിന്റെ പ്രസന്റിനെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ആസ്വദിച്ച് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഹയർ ഗോൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ അത്യാവശ്യകതയും അതേസമയം തന്നെ ഇരിക്കുന്ന മൊമെന്റിൽ നമ്മൾ അതിനെ ആസ്വദിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ ബുക്ക് നമ്മളെ പഠിപ്പിക്കും. സോ നിങ്ങൾക്ക് ഇതിന്റെ മലയാളം പതിപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാവരോടും ഐ വുഡ് റിക്വസ്റ്റ് യു ടു റീഡ് ഇറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ യുവർ ലൈഫ് ടൈം. ദിസ് ഇസ് വൺ ഓഫ് എ കൈൻഡ്. ഓക്കെ ദെൻ, അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ തൽക്കാലത്തേക്ക് ബൈ.